അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇനായ മഹറിൻ എന്ന് പറയുന്ന ആ കുട്ടീനെ ഉമ്മാടെ കയ്യിൽ കിട്ടിയ വിവരം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഉപ്പയിനെ പോലീസ് കൊൽക്കത്തയിൽ നിന്ന് പിടിച്ചു, അങ്ങനെ തിരുരങ്ങാടിയിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, കോടതിയിൽ ഹാജരാക്കിയിട്ട് ഉമ്മാക്ക് കിട്ടി. ഇപ്പം ആ ഒരു കൊണ്ടുപോയ ഉപ്പാനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത്. 5 ലക്ഷത്തിൻ്റെ കള്ളപ്പണമാണോ ഓൻ്റെ കയ്യിൽ പിടികൂടിയിട്ടുള്ളത്. ഒരാള് നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല. പിന്നെ പോരാത്തതിന് ഈ കുട്ടിയുടെ കയ്യിൽ 4 പവനോളം സ്വർണ്ണമൊന്നും ഇപ്പൊ കാണാനില്ല. അതൊക്കെ കൊണ്ടുപോയി വിറ്റ് കളഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചിരിക്കുകയാണ്. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോൾ നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം തന്നെ ഇതാണെന്ന് ഇപ്പൊ മനസ്സിലായി. ആ കുഞ്ഞിനെ കിട്ടി നോക്കുമ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ ഈ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ആ കുഞ്ഞിന് പ്രസവ സമയത്തൊക്കെ സമ്മാനമൊക്കെ ആയിട്ട് 40 എന്നൊക്കെ കിട്ടുന്ന കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ട്. ആഭരണങ്ങൾ 4 പവനോളം കാണാനില്ല എന്നാ വീട്ടുകാർ പറയണേ. പോരാത്തതിന് കുട്ടിക്ക് ആ ഉമ്മാനെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു പോലും ഇല്ല. അത്രക്ക് ആ കുട്ടിനെ മാറ്റിയിരുന്നു. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ കുഞ്ഞു പോവൂല. ഏതായാലും കുട്ടി ഇപ്പോൾ ഉള്ളത് ഉമ്മയുടെ കയ്യിലാണ്. ആ കാമുകിനെ തവനൂരിന്റെ നാടിനടുത്തുള്ള സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവള് ഗർഭിണിയാണ്. അവള് വേറൊരുത്തന്റെ ഭാര്യയാണ്. അതിൽ 4 വയസ്സായ കുട്ടിയുണ്ട്. ഇവര് ഇൻസ്റ്റ വഴിയാണ് ഇവരുടെ പ്രണയം ആരംഭിക്കുന്നത്. ഇൻസ്റ്റ വഴി പ്രണയം ആരംഭിച്ച് ഇൻസ്റ്റ പാർക്കല്ലാത്തത് അത് ഈ ആദ്യം തോന്നിവാസത്തിന് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റ വഴി പ്രണയം ആരംഭിച്ചപ്പോൾ സ്വന്തം ഭാര്യ വേണ്ടതേ. ഇവന്റെ ഭാര്യയുടെ 10-20 പവൻ സ്വർണ്ണങ്ങളൊക്കെ ബിസിനസ്സിനാണ്, അതിനാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം മേടിച്ചിരിക്കണം. ഇപ്പൊ അത് അവര് വീട്ടുകാർ പരാതി കൊടുത്തിക്കാണ്. ഇത് സംബന്ധമായിട്ട് ഈ ഒരു കേസൊക്കെ നടത്തിയിരുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകൾ തന്നെ അവരുടെ വിശേഷങ്ങൾ പറയുന്നതാണ്. തിരുരങ്ങാടി ടുഡേ എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിലാണ് ഇത് സംബന്ധമായുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. കുട്ടിയുടെ മാതാവിങ്കലേക്ക് കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ ഇനി കോടതിയിൽ ഹാജരാക്കണമെന്നും വൈദ്യപരിശോധന നടത്തണമെന്നും ഒക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത്. കുട്ടി ആകെ അന്താളിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഭയപ്പാടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു ഉണ്ടായിട്ടുണ്ട്. മലയാളം കുറച്ച് ഉപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഹിന്ദി ഭാഷ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് പലവരും ഇവിടെ അതിന് സാക്ഷികളാണ്. അങ്ങനെ കുട്ടിയെ മറ്റു രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി കുട്ടിയെ വശീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു 4ഓളം പവൻ ആഭരണങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസാരവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നവൻ അപഹരിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് 20ഓളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. ആ സ്വർണ്ണങ്ങൾ ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കണിശമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണ്ണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഈ സഫീർ എന്ന് പറഞ്ഞ ആൾ. ഇവന്റെ കയ്യിൽ നിന്ന് കള്ളനോട്ടൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. ഈ കള്ളനോട്ട് 5 ലക്ഷത്തിനടുത്ത് 4.25 ലക്ഷം രൂപയുടെ കള്ളനോട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് കള്ളനോട്ടൊക്കെ ആയിട്ട് എന്തൊക്കെ കണക്ഷൻ ഉണ്ട്. ഒരു മോളെ കൊണ്ട് അതിപ്പോ മോളെ കിടപ്പ് വലിയൊരു കേസല്ല. ഒരു പ്രായപൂർത്തിയായ ഒരാൾ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോയി വലിയ കേസല്ല. പക്ഷേ ഈ സഫീർ കൊടുക്കാൻ പോകുന്നതിന് കള്ളനോട്ട് കേസിലാണ്. അവന്റെ വീട്ടുകാർ പോലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ആരാ സപ്പോർട്ട് ചെയ്യുക? ഒരു ചെറിയ കുട്ടീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതൊരാൾ ഇഷ്ടപ്പെടും. ഇവൻക്ക് ഈ ഒരു കള്ളനോട്ടൊക്കെ ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഇതിൻ്റെ അന്വേഷണത്തിൽ വരേണ്ടതുണ്ട്. കള്ളനോട്ടിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം വളരെ ഗുരുതരമായ തെറ്റാണ്. കാര്യങ്ങൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ ഒരു ബന്ധം ആ ഒരു കുട്ടിക്ക്, സൽമാനാണ് ഉമ്മയുടെ പേര്, വല്ലാത്തൊരു വിഷമമുണ്ടാക്കി. ഒരു എത്ര കാലത്തോളം കഴിഞ്ഞ് ജൂൺ 25-നാണ് ഈ കുട്ടീനെ കാണാതാവുന്നത്. അന്ന് മുതൽ ആ ഉമ്മ അനുഭവിച്ചൊരു വേദന ഉണ്ട്. എന്തൊക്കെതാണെങ്കിലും പലരും കുട്ടികളെ കൊണ്ടുപോയിട്ട് നല്ലപോലെ ജീവിക്കണവരുണ്ട്. ഇവൻ ഈ 4 പവൻ സ്വർണ്ണാഭരണം അന്നേ പലരും പറഞ്ഞിരുന്നു, കയ്യിലുള്ള സ്വർണ്ണാഭരണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജീവിതം മടുക്കും. അതന്നെ സംഭവിച്ചത്.
ഇപ്പോൾ ആ കാമുകി ആലോചിച്ചൊക്കെ എന്തോ ഒരു ചാറ്റർജിയാണ്. ആ ചാറ്റർജി ഇപ്പോൾ ഗർഭിണിയാണ്. ഇവൻ്റെ വാക്കും കേട്ട് വിശ്വസിച്ചിട്ട് ഇവനക്കൊരു ഭാര്യ ഒന്നും പ്രശ്നമില്ലെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരേന്ന് പറഞ്ഞ് കൊണ്ടുപോയതാവും. കൊണ്ടുപോയിട്ട് ഇപ്പോൾ അവള് ജയിലിലായി. ഇപ്പോൾ ആ കുട്ടി അനാഥനായില്ലേ. അതിനൊരു കുട്ടിയുണ്ട്, അതിന് ഭർത്താവിൽ നിന്ന് ഒരു കുട്ടിയുണ്ട്. ആ ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. തിരുരങ്ങാടി DYSPയും അതേപോലെ മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ മലപ്പുറം ജില്ലാ പോലീസിൻ്റെ കീഴിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം നിർദ്ദേശപ്രകാരം തിരൂർ DYSPയുടെ കീഴിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നെ നിയമപ്രകാരം ഈ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ എടുത്തുകൊണ്ടാൻ പറ്റൂല. അതിനെ ഒന്നുകിൽ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ വനിതാ പോലീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കാവത്. അതുകൊണ്ടാണ് കുട്ടീനെ കിട്ടിയിട്ടും 2 ദിവസം ഉമ്മാക്ക് കൈമാറാൻ വൈകിയത്. ഇന്നലെ ആ ഉമ്മാക്ക് ആ കുട്ടീനെ കിട്ടി. മാഷാഅല്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇൻസ്റ്റ വഴി ഉണ്ടാവുന്ന പ്രണയമാണ് പലരുടെയും ജീവിതം തകർക്കണേ. ഇൻസ്റ്റ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റ കണ്ടുപിടിച്ച കാലത്ത് നമ്മൾ ഇൻസ്റ്റയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കുളന്ന് വന്നില്ലല്ലോ. ഞാൻ അത് ആലോചിക്കണേ. ഇതിലായിട്ട് ഇരിക്കണം. ഇതിങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്പുറത്തുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു പുതിയൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഭാര്യ വേണ്ട, മക്കൾ വേണ്ട. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വയനാട് ദുരന്ത സമയത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് തിരുവനന്തപുരം ഭാഗത്ത് ഒരു മാസ്ക് ഒക്കെ ഇട്ടൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു കൊറിയർ തരാനാന്നൊക്കെ പറഞ്ഞു വന്ന്. അങ്ങനെ കൊറിയർ തരാനാന്നൊക്കെ പറഞ്ഞു വന്ന് കൊറിയറൊക്കെ വാങ്ങിച്ചപ്പോൾ അച്ഛനാണ് ആദ്യം ഇറങ്ങി വന്നത്. അപ്പോൾ വെച്ച് നിങ്ങളുടെ ഇയാളുടെ വൈഫ് ഇവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ വൈഫ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഈ പെണ്ണിൻ്റെ ഭർത്താവ് എപ്പോഴും കൊറിയറായിട്ട് എന്തെങ്കിലും അയക്കുന്ന ഒരാളുമാണ്. അപ്പോൾ അയാൾ അവിടെ മലേഷ്യയിൽ എവിടെയായിട്ടാണ് നിൽക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കരുതി ഓക്കെ അങ്ങനെ ഇവള് ഇത് സൈൻ ചെയ്ത് വാങ്ങണമല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ ഇവള് തോക്കെടുത്തിട്ട് ഒരൊറ്റ വെടി. പെട്ടെന്ന് ഈ പെണ്ണ് മുഖണ്ട് മറിച്ചുകൊണ്ട് കൈക്കാണ് വെടിയേറ്റത്. അപ്പോൾ ഈ എയർ ഗണ്ണ് അടുത്തുനിന്ന് വെടിവെച്ചാൽ ആൾ മരിക്കും. ആളെ പോയിന്റ് ബ്ലാങ്കിലൊക്കെ കൊണ്ടാൽ ആൾ മരിച്ചു. ഇത് ഇതിനൊക്കെ കിട്ടുകയാണ്, ഓൺലൈനിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ തോക്ക്. 2 തവണ വെടിവെച്ചു. ഈ പെണ്ണ് കാറി കയറി പോയി. ആ വീട്ടുകാരാകെ ഷോക്കായി. ഒരാൾ കൊറിയറാന്ന് പറഞ്ഞ് വന്നിട്ട് വെടിവെച്ചിട്ട് ഇട്ട് പോവാണ്. അങ്ങനെ ഈ കാർ നമ്പർ വ്യാജാണെന്ന് കണ്ടെത്തി അന്വേഷിച്ചു. ഒരു ഡോക്ടറാണ്, നല്ലൊരു ഭംഗിയുള്ള ഡോക്ടർ. അപ്പോൾ എന്താ വിഷയം? ഈ ഡോക്ടറും ഈ പെണ്ണിൻ്റെ ഭർത്താവും തമ്മിൽ പ്രണയമായിരുന്നു. ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്തോ ഒരു അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ ജീവനക്കാരനായിരുന്നു ഈ പെണ്ണിൻ്റെ ഭർത്താവ്. വന്നു തുടങ്ങിയ പ്രണയമാണ്. അന്ന് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ആ പ്രണയം ഡ്രോപ്പ് ഔട്ടായി. അങ്ങനെ അന്ന് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് പരാതി കൊടുത്ത്. അപ്പോൾ ആ ഒരു പക തീർത്തത് ഇയാളുടെ ഭാര്യനെ വെടിവെച്ചിട്ടാണ്. അപ്പോൾ എവിടെ നോക്കുമ്പോഴും ഈ ഒരു അധാർമികമായ കണക്ഷൻസ് ഉണ്ടാവുന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ടാവുന്ന ദുരിതങ്ങൾ നമുക്കുള്ള ശിക്ഷയായിട്ട്, നമുക്കുള്ള പരീക്ഷണമായിട്ട് വയനാട് പോലെയുള്ള ദുരന്തങ്ങളും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു ഉമ്മ ഇന്നത് ഭയങ്കര സന്തോഷിക്കുന്നുണ്ടാവും അതിൻ്റെ പൊന്നുമോളെ കിട്ടിയാൽ. കുട്ടി ഇപ്പോൾ ഹിന്ദി ക്യാ ഹൂ എന്നൊക്കെയാണ് പറയണത്. ഏതായാലും ഹിന്ദി പഠിക്കണത് നല്ലതാണ്, സ്കൂളിലൊക്കെ നല്ല മാർക്ക് കിട്ടും. പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസിക നില അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ശരിയാവുമായിരിക്കും. അള്ളാഹു ആ കുടുംബത്തിന് ഹൈർ നൽകട്ടെ. ആ ഒരു കുട്ടിക്ക് അള്ളാഹു ദീർഘായുസ്സ്, ഉമ്മാക്കൊക്കെ മാനസിക സന്തോഷമൊക്കെ നൽകട്ടെ. നമ്മൾ ചില ബന്ധങ്ങളെ തിരിച്ചറിയാം. ഇതുപോലെയുള്ള ഫ്രോഡുകൾ ഇനി വെച്ചിരിക്കരുത്. ഇതിപ്പോൾ കള്ളനോട്ട് കേസ്, ഇനി ഇവൻ്റെയൊക്കെ ജീവിതം എന്താവും? ഇതിലൊക്കെ ജാമ്യം കിട്ടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും സൊസൈറ്റിയിൽ ഇനി എന്ത് വില ഉണ്ടാവുക? ആ ഒരു വീട്ടുകാരുടെ ഒക്കെ ഒരു വേദന ഉണ്ടാവില്ല. എൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ മോനാണ്, എൻ്റെ കുടുംബത്തിലാണെന്നൊക്കെ ഉള്ളത് വലിയൊരു വേദന തന്നെയാണ്. ഇതുപോലെയുള്ള ബന്ധങ്ങളൊന്നും പോയി ചാടരുത്. ഇൻസ്റ്റയും ഫേസ്ബുക്കാണ്, വാട്സപ്പാണെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിലും നല്ലതിന് യൂസ് ചെയ്യാം. അനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ബന്ധങ്ങൾ ഉണ്ടായാൽ തന്നെ അത് അവനവൻ്റെ കുടുംബത്തെ തകർക്കാനാവരുത്. ഇപ്പോൾ ഇവനിപ്പോൾ നല്ലപോലെയൊക്കെ ആണെന്ന് കരുതിയിട്ടാണ് ഭാര്യനെ കൊണ്ടുപോയിട്ട് ഈ സ്വർണ്ണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കുക അതൊക്കെ ഒരു കേസായിട്ട് മാറി. ഇതൊക്കെ ഇപ്പോൾ ആരാപ്പോൾ ചെയ്യാത്തത്? സ്വന്തം ഭാര്യയുടെ സ്വർണ്ണം ഉപയോഗിച്ചിട്ട് ബിസിനസ്സും വീടുണ്ടാക്കലൊക്കെ ചെയ്യുന്നു. പക്ഷെ നല്ലപോലെ അതൊക്കെ നല്ലപോലെ പോകും. അപ്പോൾ അന്ന് ഇവർ ഈ സംഭവം നടന്ന സമയത്ത് പറഞ്ഞ് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രയാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞത്. കാരണം അത് അപ്പോൾ നല്ലപോലെയാണ്. അപ്പോൾ ഇവനിത് പ്ലാനഡായിട്ട് ചെയ്തതാണ്. ഒരു 5 മാസമായിട്ടുള്ള ആ പെണ്ണിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഇനി ആ പെണ്ണ് ആ കാമുകി കുടുങ്ങി. കാമുകിയുടെ ഭർത്താവും പോയി, കാമുകനും പോയി, എല്ലാം പോയി, ജീവിതം പോയി, മാനും പോയി. ഇനിയിപ്പോൾ എന്താ നേടിയത്? കുറേ പേരുടെ ശാപം, അതുമാത്രമേ ഉള്ളൂ. ഈ ഒരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വിസാൽ മീഡിയ 2, 3, 4, 5 വീഡിയോകൾ, എത്ര എണ്ണം എനിക്ക് ഓർമ്മയില്ല, ആ വീഡിയോകളിലൊക്കെ നമ്മൾ അൽഹംദുലില്ലാ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവനോടെ സന്തോഷത്തോടു കൂടി ആ ഉമ്മാൻ്റെ അരികിൽ എത്തിക്കണം എന്നുള്ളത് അള്ളാഹു ആ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കൊക്കെ ആ കുടുംബം ഇപ്പോൾ മതിവരോളം നന്ദി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ആ ഉമ്മയും ആ ഒരു കുഞ്ഞും ഒക്കെ ഇന്ന് വളരെ സുരക്ഷിതമാണ്. ഇനി കള്ളനോട്ട് കേസും കാര്യങ്ങളൊക്കെ പോലീസും അന്വേഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും. ഏതായാലും അർഹിക്കുന്ന ആളുകളുടെ കയ്യിൽ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അത് നല്ലതായാലും ചീത്തതായാലും. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക്
ഒരുപാട് പേര് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഇതിനകം ഇന്നത്തേത് ഉൾപ്പെടെ ഞാൻ പറയണത്, ഞാൻ കുറച്ച് എണ്ണങ്ങൾ പറയാം. ആ എണ്ണമാണ് നിങ്ങൾ ഏതാണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. 485 വീടുകൾ, 485 വീടുകൾ എന്നുള്ളതാണ് ഒന്ന് 485 വീടുകൾ, 500 വീടുകൾ. ഇത് ഏതാണ് കറക്റ്റെങ്കിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.